friends, welcome back to another episode of Nanma's World of Books, the book world. ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ അഫ്കോഴ്സ് ബുക്കിനെ പറ്റി തന്നെയാണ്, ഒരു ബുക്കിനെ പറ്റിയുള്ള റിവ്യൂ തന്നെയാണ്. പക്ഷേ ഐ എം ഓൾസോ ഗോയിങ് ടു ടോക്ക് അബൌട്ട് സംതിങ് അബൌട്ട് ലൈഫ്. എൻ്റെ ഇതുവരെയുള്ള ലൈഫിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ്സ് തന്നെ ചേഞ്ച് ചെയ്ത ഒരു പുസ്തകം, അല്ലെങ്കിൽ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂസ് ഒക്കെ തന്നെ മാറ്റിക്കളഞ്ഞ ഒരു പുസ്തകം എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാം. An old man and a young man, life's greatest lesson. ഈ ബുക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് ട്യൂസ്ഡേയ്സ് വിത്ത് മോറി ബൈ മിച്ച് ആൽബം. ഈ ഒരു ബുക്കാണ് കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഐ ഹൈലി റെക്കമെൻഡ് ദിസ് ബുക്ക് ടു യു ആൻഡ് ഗെസ് വാട്ട്, യു വോണ്ട് ഈവൻ റിഗ്രറ്റ് റീഡിങ് ദിസ്. ഒരു ബുക്ക് നമ്മൾ എന്താ പറയുക, ആ ഒരു സൈസ് വെച്ച് ജഡ്ജ് ചെയ്യരുത്. വളരെ വലിയ ലെസൺസാണ് നിങ്ങളുടെ ലൈഫിലോട്ട് തരുന്നത്. മോറി ആരായിരുന്നു? മോറി ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകാം. മോറി എന്ന് പറയുന്ന മനുഷ്യൻ ALS എന്ന് പറയുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസീസ് വന്ന് പതിയെ ഹെൽത്ത് ഡിറ്റോറിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു അസുഖമാണ്. അതൊരു ന്യൂറോളജിക്കൽ ഡിസീസാണ്. കാലിൽ നിന്ന് തുടങ്ങി പതിയെ ഓരോ ഭാഗമായിട്ട് ഡിസേബിൾഡായി അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ചികിത്സയില്ലാത്ത ഒരു അസുഖമാണ്. സോ മോറി എന്ന മനുഷ്യൻ, ഹി വാസ് എ പ്രൊഫസർ, ഹി വാസ് എ വെരി ആക്റ്റീവ് പേഴ്സൺ. ഇന്ന് നമ്മൾ ലൈഫിനെ പറ്റി കൂടെയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെരി ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു ആര്? മോറി. സോ ഈ പറയുന്ന മോറിക്ക് ഈ ഒരു അസുഖം വരുമ്പോൾ, സപ്പോസ് ഈ ഒരു അസുഖം വരുന്ന ഒരു വ്യക്തി, ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഈ ഒരു അസുഖം വരുമ്പോൾ ഡിപ്രസ്ഡ് ആവാം, കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരാളിൽ ഡിപ്പെൻഡൻ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വളരെയധികം ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ തോന്നി, അങ്ങനെ സെൽഫ് പിറ്റി അടിച്ച് ഭയങ്കര ഇതായി പോവാം ഒരവസ്ഥ. നമുക്കറിയാമല്ലേ, നമുക്കറിയാവുന്ന പലർക്കും തന്നെ ഇങ്ങനെ ഉള്ള അസുഖങ്ങൾ വരുമ്പോൾ നാം കാണാറുള്ളതാണ്. പക്ഷേ ഇവിടെ മോറി അവിടെയാണ് വ്യത്യസ്തനാകുന്നത്. മോറി എന്ന മനുഷ്യൻ ഈ ഒരു സമയം ആക്ച്വലി ലൈഫിൻ്റെയും ഡെത്തിൻ്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ മോറി മാറ്റുന്നത്, അല്ലെങ്കിൽ മോറിയെ വ്യത്യസ്തനാക്കുന്നത്, മാറ്റി നിർത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, മോറിക്കറിയാം മോറി മരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ മോറി ആ സമയം കൂടുതൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ, കൂടുതൽ പ്രയോറിറ്റി കാര്യങ്ങൾക്ക് കൊടുക്കാൻ, അങ്ങനെ ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു മാനറിൽ ജീവിക്കുകയാണ്. സോ ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. അതായത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കലായിട്ട് പോകുന്ന ഒരു ജീവിതമാണ്. വളരെയധികം മെക്കാനിക്കലായിട്ട്, അതായത് ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിൽ സ്കൂളിൽ പോകുന്നു, വീട്ടിൽ വരുന്നു, അഡൽട്ട്സ് ആണെങ്കിൽ ജോലിക്ക് പോകുന്നു, ജോലിയുടെ വർക്ക് പ്രഷറൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുകയാണ്. പക്ഷേ അവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾക്കല്ല എന്ന് തോന്നിക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത്? പണം സമ്പാദിക്കാൻ. എന്തിനു വേണ്ടിയാണ് പണം സമ്പാദിക്കുന്നത്? ജീവിക്കാൻ. പക്ഷേ ഇവിടെ ഈ ഒരു സാഹചര്യങ്ങളിൽ ജീവിക്കാൻ മറന്നു പോകുകയാണ് മനുഷ്യൻ. മോറി എന്ന മനുഷ്യൻ ആ ഒരു എന്താ പറയുക, അസുഖം വരുമ്പോൾ അതിനെ ഒരു അസുഖമായിട്ടല്ല കാണുന്നത്, അതൊരു ലക്കായിട്ടാണ് മോറി സത്യം പറയാൻ കാണുന്നത്. ബിക്കോസ് മോറിക്ക് അറിയാം മോറി എപ്പം മരിക്കും എന്നുള്ളത്. അപ്പോൾ മോറി ആ സമയത്തെ ഏറ്റവും അധികം എന്താ പറയുക യൂസ്ഫുൾ ആക്കാൻ നോക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ മോറി കണക്ഷൻസ് ഉണ്ടാക്കാൻ മാത്രമല്ല, മോറി വേൾഡ് വൈഡായിട്ട് ആൾക്കാർക്ക് മെസ്സേജസ് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മിച്ചിലോട്ട് വരാം. ആരായിരുന്നു മിച്ച് ആൽബം? മിച്ച് ആൽബം വാസ് മോറീസ് ഫോമർ സ്റ്റുഡൻറ്റ്. അപ്പോൾ മോറിയായിരുന്നു മിച്ചിൻ്റെ ഫേവറേറ്റ് ടീച്ചർ. പക്ഷേ നമ്മളെയൊക്കെ പോലെ തന്നെ വർക്ക് പ്രഷറിൽ, ആ ഒരു ടെൻഷനിലും ജീവിതത്തിൽ ഓടുകയായിരുന്നു. മിച്ച് ഓഫ്കോഴ്സ് എൻജോയ് ചെയ്യുന്നുണ്ട് ലൈഫ്, പക്ഷേ ജീവിക്കാൻ മറന്നുപോയ ഒരു മനുഷ്യൻ. ഫാമിലിയായിട്ട് ഫ്രണ്ട്സുമായിട്ട് ഒന്നും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാക്കാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനായിരുന്നു മിച്ച് ആൽബം. അങ്ങനെ മോറി ഒരു ദിവസം ടെലിവിഷൻ ഷോയിൽ വരുന്നത് മിച്ച് കാണുകയാണ്. അങ്ങനെയാണ് മോറിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് മിച്ച് അറിയുന്നതും ട്രാവൽ ചെയ്യുന്നതും മോറീനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ മോറിയും മിച്ചും എല്ലാ ട്യൂസ്ഡേയ്സും, ദേ വേർ ട്യൂസ്ഡേ പീപ്പിൾ.
അങ്ങനെ ട്യൂസ്ഡേയ്സ് ഇവർ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ട്യൂസ്ഡേയ്സ് മീറ്റ് ചെയ്യുകയാണ്. ഇച്ചിരി ഇടയ്ക്ക് ഇങ്ങനെ ജോലിയിലൊക്കെ ഒരു തടസ്സം വരികയാണ്, കുറച്ചിങ്ങനെ സമരവും പ്രശ്നമൊക്കെ ആയിട്ട്. അപ്പം ഈ മിച്ചും മോറിയും തമ്മിലുള്ള ആ ഒരു സംഭാഷണങ്ങൾ, അതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ മെയിനായിട്ടുള്ള തീം എന്നൊക്കെ തന്നെ പറയുന്നത്. അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ജീവിതത്തെക്കുറിച്ച്, ലവിനെക്കുറിച്ച്, ലൈഫിനെക്കുറിച്ച്, എന്താ പറയുക, അവർ ഓരോരോ ടോപ്പിക്സിനെ കുറിച്ചാണ്, ഫാമിലിയെക്കുറിച്ച്, അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ച്, അങ്ങനെ പല പല ടോപ്പിക്സിനെ കുറിച്ച് അവർ സംസാരിക്കുകയാണ്. ഓരോ കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്, മണിയെക്കുറിച്ച് എല്ലാം അവർ സംസാരിക്കുകയാണ്. സോ അവരുടെ ആ സംഭാഷണങ്ങൾ ശരിക്കും നമ്മൾ മനുഷ്യർ ഇങ്ങനെ മെക്കാനിക്കലായിട്ട് ജീവിക്കുമ്പോൾ ജീവിക്കാൻ മറന്നു പോകുകയല്ലേ? ഈ ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ശരിക്കുമുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ മറന്നു പോകുക. സ്മിത്ത് മോറി എന്ന് പറയുന്നത് എന്താ പറയുക, ശരിക്കും ഒരു എക്സ്പീരിയൻസാണ്, അനുഭവമാണ്, ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾക്കല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇറ്റ്സ് എ സ്മോൾ റിമൈൻഡർ ദാറ്റ് വി ഷുഡ് ലിവ്, വി ഷുഡ് ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ തിങ്സ് വി ഷുഡ് ഗിവ് ഇമ്പോർട്ടൻസ് ടു. അനാവശ്യമായ കാര്യങ്ങൾക്കല്ല, ആവശ്യമുള്ളതിന് വേണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ട്യൂസ്ഡേയ്സ് വിത്ത് മോറി ബൈ മിച്ച് ആൽബം. യു വോണ്ട് റിഗ്രറ്റ് ഇറ്റ്, ജസ്റ്റ് ട്രൈ റീഡിങ് ദിസ് ബുക്ക്. സംസാരിച്ചു എന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ഈ ഒരു ബുക്ക് വായിക്കുക. സോ അത്രയൊക്കെയാണ് എനിക്ക് ഒരു ബുക്കിനെ പറ്റി പറയാനുള്ളത്. അടുത്ത ദിവസം അടുത്ത റിവ്യൂമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് മീ നന്മ സൈനിങ് ഓഫ്. ബൈ.